ഗർഭകാലത്ത് സെക്സിൽ ഏർപ്പെടാമോ? ഗർഭകാലത്ത് സെക്സിൽ ഏർപ്പെട്ടാൽ അബോർഷനുള്ള സാധ്യത കൂടുതലാണോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പലർക്കും സംശയമുണ്ടാവാം. എന്നാൽ പലർക്കും ഈ സംശയം തുറന്നു ചോദിക്കുവാൻ മടിയാണ്. കുഞ്ഞ് ജനിക്കുന്നതുവരെ സെക്സ് മാറ്റിവെക്കുന്ന ദമ്പതികളും നമുക്കിടയിലുണ്ട്. ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് പലർക്കും സംശയം തന്നെയാണ്. തുറന്ന് ചോദിക്കാനുള്ള മടി കാരണം പല ദമ്പതിമാരും കുഞ്ഞ് ജനിക്കുന്നതുവരെ ലൈംഗിക ബന്ധം ഒഴിവാക്കുകയാണ് പതിവ്. ഗർഭകാലരതി കുഞ്ഞിനെയോ അമ്മയെയോ ബാധിക്കുമോ എന്ന ഭയത്തിൽ നിന്നാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തുവരുന്നത്. ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുഞ്ഞിന് ദോഷം ചെയ്യുകയില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഗർഭപാത്രം വളരെ ശക്തമായ പാളികൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ കുഞ്ഞ് വളരെ അധികം സുരക്ഷിതമായിരിക്കും. ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടെന്നതാണ് വസ്തുത. എന്നാൽ പങ്കാളി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഗർഭം അലസാൻ കാരണമാകുമെന്നും പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരിക്കലും ഗർഭം അലസുവാൻ കാരണമാകുകയില്ല. ഗർഭപിണ്ഡം ശരിയായി വികസിക്കാത്തതിനാൽ ഗർഭമലസൽ സംഭവിക്കാം എന്നതൊഴിച്ചാൽ ലൈംഗികത മൂലം ഇത് സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ദോഷം ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഗർഭാവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീയുടെ വയറിലും ആന്തരിക അവയവങ്ങളിലും സമ്മർദ്ദം ചെലുത്താത്ത വിധത്തിലായിരിക്കണം ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് നന്നായി ശ്വസിക്കുവാനും മറ്റും സാധിക്കുന്ന തരത്തിലായിരിക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. നിരവധി തവണ ഗർഭമലസൽ സംഭവിച്ചവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സെക്സിനിടെ രക്തസ്രാവം ഉണ്ടാകുന്നെങ്കിലും ലൈംഗികത ഒഴിവാക്കേണ്ടതാണ്. ലൈംഗിക ബന്ധത്തിലോ ശേഷമോ വേദനയോ രക്തസ്രാവമോ ഉണ്ടായാൽ സ്ത്രീകൾ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. 9 മാസം നീണ്ടു നിൽക്കുന്ന പ്രസവയാത്രയിൽ സ്ത്രീകളുടെ ലൈംഗികാസക്തി വർദ്ധിച്ചേക്കാം. ഒപ്പം അടുത്തിടപഴകുന്നത് ആരോഗ്യപരമായ ചില ഗുണങ്ങളും ഉണ്ടാക്കിയേക്കാം. ഗർഭാവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഗർഭമലസലിന് കാരണമാകില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഗർഭപിണ്ഡം സാധാരണയായി വികസിക്കാത്തതിനാലാണ് മിക്ക ഗർഭം അലസലുകളും സംഭവിക്കുന്നത്. ലൈംഗിക ബന്ധവും മാസം തികയാതെയുള്ള പ്രസവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സെക്സ് മാസം തികയാതെയുള്ള പ്രസവത്തിലേക്ക് നയിക്കില്ല. എന്നാൽ ഗർഭകാലത്ത് ചില അവസ്ഥകളിൽ സെക്സ് ഒഴിവാക്കേണ്ടതായി വരുമെന്ന് വിദഗ്ധർ പറയുന്നു. നിരവധി തവണ ഗർഭം അലസൽ സംഭവിച്ചവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സെക്സ് ആരോഗ്യത്തിന് പല ഗുണങ്ങളും നൽകുന്നുണ്ട്. സെക്സ് എന്നാൽ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല, ആരോഗ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ്. ആരോഗ്യത്തിന് മാത്രമല്ല, ശരീരത്തിനും ഇത് ഗുണകരമാണ്. എന്നാൽ ഇന്ന് മിക്ക ദമ്പതികളിലും ലൈംഗികതയോട് താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നതായാണ് പഠനങ്ങൾ പറയുന്നത്. സെക്സിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുമ്പോൾ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒരു ഇടവേള എടുത്തതിനു ശേഷം യോനി കൂടുതൽ ഇറുകിയതായി തോന്നുന്നുവെങ്കിൽ അത് ടെൻഷനുമായോ ഉത്തേജനക്കുറവുമായോ ബന്ധപ്പെട്ടിരിക്കാം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് സുഖകരവും സുരക്ഷിതവുമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് പ്രധാനം. സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മെച്ചപ്പെട്ട രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം, കുറഞ്ഞ രക്തസമ്മർദ്ദം, സമ്മർദ്ദത്തിൻ്റെ അളവ് കുറയ്ക്കുക, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്.